വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, ഉച്ചയ്ക്ക് ശേഷം ആണ് കാട്ടാക്കടയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള, കുന്നംകുളത്ത് നിന്നുള്ള ആവേശക്കാഴ്ച തന്നെയാണ് നമുക്ക് പ്രധാനമായും പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. പക്ഷേ അപ്പോഴും തിരുവനന്തപുരത്തേക്കും ആളുകൾ രാവിലെ മുതൽ തന്നെ പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അഭിലാഷ്, ഈ വർഷം തുടങ്ങിയ ശേഷം ഇത് 6ാമത് തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. ഈ വരവിൽ വലിയ രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ പ്രധാനമന്ത്രി എന്ന ഒരു പരിവേഷം, ഇതിപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പാണ്. അദ്ദേഹം കൃത്യമായി ബിജെപിയുടെ ഏറ്റവും മുതിർന്ന നേതാവായി ഇന്ന് ഒരു തൃശൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും പങ്കെടുക്കുന്ന പരിപാടികൾ വളരെ രാഷ്ട്രീയ എതിരാളികളെ നിലംപരിശാക്കുന്ന തരത്തിൽ തന്നെയുള്ള പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്തിലാണ്. ഇവിടെയാണ് ഈ വേദിക്കും ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി സാധാരണ നിലയിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അത് നഗരപ്രദേശങ്ങളിലായിരിക്കും അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനങ്ങളൊക്കെ നടക്കുക. ഇത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് കാട്ടാക്കട നിയോജക മണ്ഡലം. ഇങ്ങനെ ഒരു സ്ഥലത്ത് ആറ്റിങ്ങൽ ടൗൺ പോലും ഒഴിവാക്കിക്കൊണ്ട് കാട്ടാക്കടയിലേക്ക് വരുമ്പോൾ, ഒരു നഗരമേഖലയിലേക്ക് വരുമ്പോൾ സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, അങ്ങനെയുള്ള സാധാരണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ ഒക്കെയുമുള്ള ഒരു പ്രദേശത്തേക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങൾക്കടുത്തേക്ക് എത്തുന്നു എന്ന് സാധാരണക്കാർക്ക് ഒരു തോന്നലുണ്ടാക്കുന്നു. മാത്രവുമല്ല, കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ നഗരത്തിലെ 4 മണ്ഡലങ്ങളിൽ പലപ്പോഴും ബിജെപിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവും, നേമവും, കഴക്കൂട്ടവും, തിരുവനന്തപുരവും മണ്ഡലങ്ങളിൽ ബിജെപിക്ക് 1ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. അവിടെ ശശി തരൂരിന് വിജയിക്കാൻ കഴിഞ്ഞത് നെയ്യാറ്റിൻകര, പാറശാല, അതോടൊപ്പം കോവളം, ഈ 3 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ടാണ് അന്ന് ശശി തരൂർ ജയിച്ചത്. ഇവിടെ തന്നെ ഈ 3 മണ്ഡലങ്ങൾ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാടാർ വോട്ടുകൾ, നാടാർ കമ്മ്യൂണിറ്റിക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമാണ്. കാട്ടാക്കട പോലൊരു സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ ഈ കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനം ആറ്റിങ്ങൽ മണ്ഡലത്തിലും തിരുവനന്തപുരം മണ്ഡലത്തിലുമുള്ള ഒരു സാഹചര്യം, CSI സഭയുടെ പിന്തുണ തേടാനുള്ള ഒരു സാഹചര്യം, ലത്തീൻ സഭയുടെ പിന്തുണ തേടിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ആ തരത്തിൽ തീരദേശ മേഖലയിൽ ബിജെപിയുടെ വലിയ പ്രചരണം ഇതിനകം തന്നെ നടക്കുന്നുണ്ട്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഒരുപോലെ തീരദേശത്ത് ആ തരത്തിൽ വോട്ട് സമാഹരിക്കാനുള്ള തയ്യാറെടുപ്പും പ്രവർത്തനവുമായാണ് ബിജെപി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പ്രവർത്തകർ രാവിലെ തന്നെ, ഉച്ചയ്ക്ക് ശേഷമാണ് 1:30 എത്തുമെന്നാണ് കരുതുന്നത്. പ്രവർത്തകരും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം തന്നെ രാവിലെ മുതൽ ഇവിടെ എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി വരികയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ വരവിനെ കാണുന്നത്? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനാണ്. മറ്റ് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് മറ്റു ചിന്തകളൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ രാവിലെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു മേൽക്കൈ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്? അതിനെപ്പറ്റി പറയാൻ ഞാൻ അത്രയും വലിയ വിദഗ്ധനൊന്നുമല്ല. എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്നാണ്. വിജയപരാജയ സാധ്യതകളൊക്കെ പിന്നീടല്ല അത് തീരുമാനിക്കുന്നത്. അത് ബാക്കി ജനങ്ങളുടെ കയ്യിലാണ്. പ്രധാനമന്ത്രി ഒരു ഗ്രാമീണ മേഖലയിലേക്കാണ് വരുന്നത്. ഇത് ജനങ്ങൾക്കും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതെ, ജനങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്, നല്ലൊരു കാര്യമാണത്. അതെ, ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ പ്രധാനമന്ത്രി? നേരത്തെ കണ്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. പക്ഷേ ഈ നിലയ്ക്ക് തന്നെയാണ്, എങ്ങനെയാണ് ചേട്ടാ പ്രധാനമന്ത്രി ഇവിടേക്കുള്ള വരവിനെ കാണുന്നത്? നമ്മള് ആകെ ഒരു ആവേശത്തിലാണ്. ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി അടുത്ത് കാണുന്ന ഒരു അവസരം കിട്ടുന്നത്. എന്നാലും ഏറ്റവും വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഗ്രാമീണ മേഖലയിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാം വലിയ ആവേശത്തിലാണ്. അങ്ങനെ തന്നെയാണ് പ്രധാനമന്ത്രി ഇത്രയും അടുത്ത് കാണാൻ സാധിച്ചത്. വളരെ ആവേശത്തോടെ ഞങ്ങളെല്ലാവരും വീടുകളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇതൊരു ഭാഗ്യമായി കരുതുന്നു. ഒരു നാട്ടിൻ പ്രദേശത്തേക്ക് പ്രധാനമന്ത്രി വരികയാണ്. അതാണ് ഏറ്റവും വലിയ പുണ്യമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് എത്താൻ പറ്റിയത്, ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയതിനും. ഈ തരത്തിൽ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ പരതന്നൂരിൽ നിന്നാണ് വരുന്നത്. പാലോട് മുരളിച്ചേട്ടനാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടും. സന്തോഷമാണ്, ആവേശത്തിലാണ് എല്ലാവരും. പാലോട് മണ്ഡലം തന്നെ മൊത്തം ആവേശത്തിലാണ് എല്ലാവരും എത്തുന്നത്. സന്തോഷം. കണ്ടിട്ടുണ്ട്. ഇത്രയും അടുത്ത് കാണാൻ പറ്റിയത് ഏറ്റവും ഇപ്പോഴാണ്. ഇല്ല, ഇതുവരെയും കണ്ടിട്ടില്ല. അത് കാണാനായിട്ടുള്ള ഒരു ആവേശത്തിലാണ് വന്നത്. ആദ്യമായിട്ടൊന്ന് കാണണം, അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. നേരത്തെ വന്നിരിക്കുക? കുറെ നേരത്തെ വന്നിരിക്കുകയാണ്. കാരണം പിന്നീടായി കഴിഞ്ഞാൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹത്തിനെ ഒന്ന് കാണണം, അത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ആറ്റിങ്ങിലുമൊക്കെ വലിയ വിജയസാധ്യത ഉണ്ടോ? വിജയസാധ്യത ഉണ്ടെന്നാണ് വിശ്വാസം. എന്തായാലും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വളരെ മുന്നിലാവുമെന്ന് ഒരു വിശ്വാസമുണ്ട്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ എങ്ങനെയാണ് കാണുന്നത്?
വളരെ സന്തോഷകരമായ കാര്യമല്ലേ, നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ. അദ്ദേഹം വരേണ്ടതും കാണാൻ നമുക്കുള്ള കാണാൻ വന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിനെ കാണാനുള്ള ആകാംക്ഷ, ഇന്നലെ ഞങ്ങൾ തൃശ്ശൂരായിരുന്നു അദ്ദേഹത്തിനെ കാണണം എന്നുള്ളത് കണ്ട് രാവിലെ തന്നെ എത്തിയത്. 100% അതിന് ശരിക്കും വന്ദിക്കുന്നു. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും പാർട്ടി പ്രവർത്തകരും ഒക്കെയുണ്ട്. അവരെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഈ പരിപാടിയുടെ ഇന്നത്തെ ഒരു പരിപാടിയുടെ പ്രത്യേകതയായി BJP ജില്ലാ ഘടകം പറയുന്നത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല സാധാരണ ആളുകൾക്കും ഈ പരിപാടിയിലേക്ക് വരാനുള്ള സാഹചര്യം, പാസുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ നേരിൽ കാണുന്നതിനുള്ള ഒരു അവസരം ആ നിലയ്ക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ ഘടകവും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അഭിലാഷ്, കാട്ടാക്കടയിലേക്ക് പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ശേഷം ആണ് എത്തുന്നത് എങ്കിൽ പോലും രാവിലെ മുതൽ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് ആരംഭിച്ചിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. പലരും പ്രധാനമന്ത്രി ആദ്യമായി കാണുന്നതിന്റെ ആവേശത്തിലാണ്. മറ്റു ചിലർ കൃത്യമായ രാഷ്ട്രീയമില്ല, പ്രധാനമന്ത്രിയോട് ഏറെ ബഹുമാനമുണ്ട്, അദ്ദേഹത്തെ കാണണം എന്ന നിലയിലൊക്കെയാണ് എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക്